എല്ലാ കൂട്ടുകാർക്കും ലിറ്റിൽ ബട്ടർഫ്ലൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പപ്പായ വെച്ചിട്ടും ക്യാരറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ജ്യൂസൊന്നും പറയാൻ പറ്റില്ല, ഒരു ഷേക്ക് എന്ന് വേണേലും പറയാം കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ 2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് കുക്കറിൻ്റെ അകത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ. രാവിലെ ഒരാൾ കുറച്ച് പപ്പായ കൊണ്ടുവന്ന് തന്നു. അത് മുറിച്ച് കുട്ടികൾക്ക് കൊടുത്തപ്പോൾ അവരത് കഴിച്ചില്ല. അതുകൊണ്ട് ഞാൻ അവിടുത്തെ ഇങ്ങനെ ഒരു ഷേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ അരിഞ്ഞ ക്യാരറ്റെല്ലാം കുക്കറിൻ്റെ അകത്തോട്ട് ഇട്ടു. അതിൻ്റെ അകത്തോട്ട് ഞാൻ കശുവണ്ടിപ്പരിപ്പും ബദാമുമാണ് അടുത്തത് ചേർക്കുന്നത് കേട്ടോ. ഇത്ര അളവിലാണ് ഞാൻ കശുവണ്ടിപ്പരിപ്പും ബദാമും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുക്കറിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഞാൻ ഏകദേശം ഒരു 2 വിസിലാണ് അടുപ്പിച്ചത് കേട്ടോ. 2 വിസിൽ കൊണ്ട് തന്നെ നല്ലപോലെ വെന്ത് കിട്ടും. അതിനുശേഷം നമ്മുടെ പപ്പായ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ബാലൻസ് ഞങ്ങൾ കട്ട് ചെയ്ത് കഴിക്കാൻ എടുത്തു കേട്ടോ. കുട്ടികളൊന്നും ഒട്ടും കഴിച്ചില്ല. നല്ല മധുരമുള്ള നല്ല പപ്പായ ആയിരുന്നു. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്ത പപ്പായ ആയിരിക്കും ഒന്നും കൂടെ നല്ലത്. ഇച്ചിരി മധുരമൊക്കെ ഉള്ള കൂട്ട് കേട്ടോ. അതിനാവും ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ. കാരണം പിള്ളേരൊക്കെ കഴിക്കുന്നതല്ലേ, അവർ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി മധുരമൊക്കെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം വെന്ത് വന്ന നമ്മുടെ ക്യാരറ്റും കാഷ്നട്ടും ബദാമും ഒക്കെ ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചു. ബദാമിൻ്റെ പുറത്തെ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേണം എടുക്കാനായിട്ട്. വേറൊരു പാത്രത്തിൽ നമ്മുടെ പപ്പായയും കട്ട് ചെയ്തത് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് അരച്ചാണ് നമ്മുടെ ഷേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം കണ്ടല്ലോ എന്തോരം അളവുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ഇത്ര അളവുകളാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ഏകദേശം ഒരു 3-4 ഗ്ലാസ്സോളം കിട്ടി കേട്ടോ. പിന്നെ മെയിനായിട്ട് വേണ്ടത് കട്ടിയുള്ള പാലാണ്. കട്ടിയുള്ള പാൽ ഞാനൊരു 1/2 ലിറ്റർ പാൽ ഒരു കപ്പിൻ്റെ അകത്തെടുത്ത് ഫ്രീസറിൻ്റെ അകത്തോട്ട് വെച്ചിരുന്നു. ഇതെല്ലാം കൂടെ ഞാനൊരു മിക്സിയുടെ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് പഞ്ചസാരയും കുറച്ച് വാനില ഐസ്ക്രീമും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തപ്പോൾ എനിക്ക് ഏകദേശം ഈ ഒരു പരുവത്തിലാണ് കിട്ടിയത് കേട്ടോ. ഇതിൽ കുറച്ചും കൂടെ ലൂസായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി മിക്സിക്കകത്ത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാഷ്നട്ട് എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ കാഷ്നട്ട് അല്ലാതെ നമുക്ക് ഉണക്കമുന്തിരി, അതുപോലെ തന്നെ മാതള നാരങ്ങ, കോൺഫ്ലെക്സ് അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് മാത്രമാണ് തൽക്കാലം എടുത്തത്. അപ്പോൾ ഇത് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം അതും കൂടി ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനിത് ഇത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിള്ളേർ നല്ലവണ്ണം കഴിച്ചോളും. മാത്രമല്ല ഇടയ്ക്ക് ഇങ്ങനെ കടിച്ച് കിടക്കുമ്പോൾ നല്ലൊരു സുഖമാണ് കുടിക്കാൻ. പിന്നെ ഞാനുണ്ടാക്കി കൊടുത്തിട്ട് പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവർ കുടിക്കുകയൊക്കെ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു, അമ്മയ്ക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ഐസ്ക്രീമും കൂടെ വെച്ചിട്ടുണ്ട്. അത് തീർത്തും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പം ലാസ്റ്റ് ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു വീഡിയോ ഇതിലെടുത്തിട്ടുണ്ട്, അവർ കഴിച്ചുകൊണ്ട് പറയുന്നത്. അതും കൂടെ നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. ടാറ്റി സൂപ്പറാണോ ഡി? ടാറ്റി സൂപ്പറാണോ? നല്ല ജ്യൂസാണോ? ആണോ? എമ്മിയാണോ? കാതൂനോ? അടിപൊളിയാണോ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കാം. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരേക്ക് ബൈ. ആണോ?